ഹായ്, വീണ്ടും പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് എപ്പിസോഡിൽ കടന്നുപോയി. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൂട്ടിവെച്ച കാര്യങ്ങളും അനുഭവങ്ങളും പറയാൻ പറ്റുന്നൊരു വേദി, അതിനൊരുപാട് സന്തോഷമായി. കാരണം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, നിങ്ങളുടെ കമൻസിലൂടെയാണ് ഞാൻ വിജയിച്ചത്, എനിക്ക് സന്തോഷം നൽകിയത്. വിജയമല്ല, കാരണം വിജയമൊന്നുമില്ല, എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ് വിജയവും പരാജയമൊക്കെ. നമുക്ക് കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തുക. നമുക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നല്ല, നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കിയാൽ അവിടെ ജീവിതം മനോഹരമായി. അത് കണ്ടെത്താതെ മുന്നോട്ട് പോകുന്നതാണ്. നമുക്കത് വേണം അത് വേണം ഇങ്ങനെ ആഗ്രഹിച്ച് വാശി പിടിച്ച് ഓക്കെ ആഗ്രഹിക്കാം, ലക്ഷ്യങ്ങളിലേക്ക് പ്രയത്നിക്കാം. പക്ഷെ കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അതിലേക്ക് പ്രയത്നിക്കേണ്ടത്. അല്ലാതെ കിട്ടുന്നതൊക്കെ വേണ്ട, എനിക്ക് ഈ ചെറിയ സംഭവങ്ങളൊന്നും വേണ്ട, എനിക്ക് വലിയ സംഭവം വേണം, അതല്ല. നമുക്ക് കിട്ടുന്ന എന്താണോ അതിനെ സ്നേഹിച്ച് നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്താം. എല്ലാ മനുഷ്യർക്കും ലക്ഷ്യങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എനിക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു മകനായും ഒരു ഏട്ടനായും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം എനിക്കിഷ്ടമാണ് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ. എല്ലാവരെയും നല്ല ഇതായിട്ട് എത്തിക്കാൻ, നല്ലൊരു പുതിയൊരു ലൈഫിലേക്ക് എത്തിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിനാണ് ന്യൂ വേ ഓഫ് സ്പിരിച്വാലിറ്റിക്ക് എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മളെല്ലാവരും മാറുക നല്ലതിലേക്ക്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പലരെയും സഹായിക്കാൻ എല്ലാവർക്കും പറ്റിയാൽ അതൊരുപാട് നല്ലതല്ലേ. നമ്മൾ കാണും ഒരാളുടെ വിഷമം കണ്ണീര് മാറ്റിയാൽ മതിയാ, എന്തൊരു സന്തോഷമാണ്. കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും പറ്റില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ന്യൂ വേ ഓഫ് സ്പിരിച്വാലിറ്റിയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ കുളിച്ചേണ്ട ആ സംഭവം പറഞ്ഞു, അതിന് ശേഷം ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഇതിന് ശേഷം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. വീണ്ടും വൈകുന്നേരം വരുമ്പോൾ ആ സെയിം മെഡിറ്റേഷൻ പ്രൊസീജിയറിലൂടെ കിടന്ന് രാത്രി കിടക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് കിടക്കാൻ നോക്കുക. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ ആലോചിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും പോസിറ്റിവിറ്റി അല്ല വരുന്നത്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി പോസിറ്റിവിറ്റി കൂടുതൽ കണ്ടെത്താൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ലൈഫിൽ. പിന്നെ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ നല്ലത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു നല്ല സ്ഥലത്ത് വെച്ചിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് ചിലർ പരസ്പരം ചെറിയൊരു കാര്യങ്ങൾക്കൊക്കെ തർക്കിക്കുന്നത് കാണാം. അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ എന്തിനാ തർക്കിക്കുന്നത്, അത് നമുക്ക് മാക്സിമം ഒഴിവാക്കാം. അമ്പലം മാത്രമല്ല, എവിടെയായാലും ചെറിയ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങണം. ഇത് ചെറിയ തെറ്റിന് അപ്പം തന്നെ ഭയങ്കര ദേഷ്യപ്പെടാണ് ഓരോരുത്തർ. എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ മാക്സിമം സിമ്പിളായിട്ട് ഒന്ന് പൊയ്ക്കോട്ടെ, ചെറുതല്ലേ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികളോട് ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് കാണാം. അവർക്കറിയില്ല. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹിച്ചു കൊടുക്കുമ്പോൾ, സ്നേഹത്തിലൂടെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ദേഷ്യത്തിലോടാണോ? ഞാനിപ്പോൾ ഒരാളോട് ദേഷ്യത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കയറുമോ? ഇല്ല. നമ്മൾ സ്നേഹത്തോടെയും ഇതിലൂടെയും പറയുമ്പോൾ അവനത് മനസ്സിലാക്കാനുള്ള ചെവിയും ശ്രദ്ധയും വെക്കും. ഇല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിതൊന്നും താല്പര്യം, എനിക്ക് എൻ്റെ ഇത് തന്നെയായിരിക്കും എല്ലാവരും പറയുന്ന ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിലൂടെ മുന്നോട്ട് നീങ്ങണം. പിന്നെ ഒരുപാട് കാണാറുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു, നമ്മൾ സമ്മതിക്കില്ലേ, സ്പീഡ് വിടാണ്. നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാനല്ലോ, ഓടാനുണ്ടല്ലോ ജീവിതത്തിലേക്ക്. പക്ഷെ ചിലപ്പോൾ അവർക്ക് ഓടാണ് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും, അവർക്ക് എങ്ങോട്ടേക്കും പോകണമെന്നുണ്ടാവും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ നമ്മളൊരു എവിടെ വേണമെങ്കിൽ എത്തിയാലും നമ്മുടെ അതേ ധൃതി നമുക്ക് ചുറ്റും എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കാണിക്കുന്ന ധൃതിയില്ലേ, പേടിച്ച് ഭയങ്കര സ്പീഡിൽ ഓടുന്നു, സ്പീഡിൽ ഓരോ കാര്യം ചെയ്യുന്നു, ഇതേ ധൃതി നമുക്ക് കൂടുതലുള്ളവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക, നമ്മളെല്ലാവരും ഒന്നാന്ന് മനസ്സിലാക്കുക. ഇതിനെ ഞാൻ വസുദൈവ കുടുംബം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. കാരണം നമ്മളെല്ലാവരും ഒന്നാന്ന് മനസ്സിലാക്കിയാൽ അയാളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നു, നമ്മളും ഒന്നും മനസ്സിലാക്കാതെ കയറി ചൂടാവുന്നു. പക്ഷെ അയാൾക്കും അയാളുടേതായ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അയാളെ നമ്മുടെ സ്വന്തമായിട്ട് മനസ്സിലാക്കണം.
അതും ഞാൻ പറഞ്ഞല്ലോ, ഈ കമൻസ് എല്ലാവരും ഇടുന്ന എല്ലാവരും എൻ്റെ ഏട്ടന്മാരും എൻ്റെ അനിയന്മാരും എൻ്റെ കൂടപ്പിറപ്പുകളായിട്ട് ഞാൻ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഒരുപാട് പ്ലസ് ഉണ്ടാവും. ഇനി എല്ലാവരും മാക്സിമം ലൈഫിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുക. ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും. ചിലരിപ്പോൾ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു, ഒരു 41 ദിവസം പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പം തന്നെ പറയും ഈ ദൈവമില്ലെന്ന്. ദൈവം നിങ്ങളുടെ 41 ശേഷം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് വാക്ക് തന്നിട്ടുണ്ടോ? അവൻ 41 ദിവസം എന്നെ പ്രാർത്ഥിച്ചു, ഞാൻ അതിന് വരദാനം കൊടുക്കണ്ടേ? ഇതല്ല. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഒന്നല്ല ദൈവത്തിൻ്റെ അടുത്ത് എത്തേണ്ടത്. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനും നമുക്ക് നന്മയിലേക്ക് എത്തിക്കാനും നമുക്ക് സന്തോഷം പകരാനുമാണ് ആ ചൈതന്യം. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ ഏതാന്ന് നോക്കിയിട്ട് നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു പഞ്ചായത്തൊന്നും അല്ല. അത് നമുക്ക് സർക്കാർ സേവനങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിൽക്കാൻ ഒരു സർക്കാരുണ്ട്, അതിനുള്ള ആവശ്യങ്ങളുണ്ട്. അല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളുടെ സ്നേഹമാണ് അങ്ങോട്ട് കാണിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ ആവശ്യങ്ങളല്ല. നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ ദൈവം മനസ്സിലാക്കുന്നുണ്ടാവും, നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, ചില ഒരു 2-3 സ്ഥലത്ത് നെഗറ്റീവ് കണ്ടിരുന്നു ഞാൻ 2 കമൻസിലൊക്കെ. പക്ഷെ അതൊക്കെ ഒരുപാട് ആൾക്കാർ ആ നെഗറ്റിവിറ്റിയെ പോസിറ്റീവാക്കി. അത് പറഞ്ഞത് നമ്മൾ അതേപോലെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യം നല്ലതാവും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ദൈവത്തെ, ആ ഊർജ്ജത്തെ അറിയാൻ വേണ്ടി. ഓട്ടോമാറ്റിക്കലി ആ ഊർജ്ജം നമ്മളെ തിരിച്ചറിയുമായിരിക്കും. നമ്മുടെ കാര്യങ്ങൾ ലൈഫിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ഞാൻ അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുക വെച്ചാൽ കുറേ വിളക്കുകളും അതിൽ തിരി കത്തിക്കുന്നു. ആ ഒരു വിഷ്വലില്ലേ, അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബ്യൂട്ടി ഇല്ലേ, ആ ഒരു ഭംഗി, അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ മനസ്സിനെ ഹാപ്പി ആവുന്നില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് എത്തേണ്ടത് ആ ഊർജ്ജത്തെ അറിയാനും തിരിച്ചറിയാനും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. പിന്നെ പലർക്കും ഇപ്പോൾ ഇന്നലെ ഒരാൾ, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ എപ്പിസോഡ് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ഇപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, താങ്കളെ പ്രശ്നം കേട്ടപ്പോൾ ഞാൻ പറയും, എൻ്റെ മനസ്സിൽ തോന്നിയത് വീരഭദ്രന് മുട്ടിറക്കാനാണ്. അത് ചിലപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ചിലപ്പോൾ എനിക്ക് ഓരോ മൂർത്തിയോട് പറയേണ്ടി വരും. കാരണം ആ സമയത്ത് എന്നോട് തോന്നിപ്പിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ മനസ്സിൽ ആളുടെ പ്രശ്നം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാക്ഷാൽ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ തോന്നിയത് ആ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, ചെറിയൊരു സംഭവം ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഈ നാളികേരൊക്കെ എടുക്കുന്നില്ലേ, സത്യം നമ്മൾ ഇതൊക്കെ ഈ ചിലർ കളിയാക്കുന്ന ഇതുണ്ട്. പക്ഷേ സത്യം നാളികേരായാലും ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ഒരു ജീവനുണ്ട് അതിൽ. കാരണം ആ നാളികേരത്തിൽ നിന്നാണ് ഒരു തെങ്ങുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പൂജ ഇങ്ങനത്തെ മുട്ടിറക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഉദ്ഭവമാണത്. എല്ലാ ചെടികളും ജീവനുണ്ട്, ഈ ചുറ്റുമുള്ള എല്ലാ ചെടികൾക്കും ജീവനുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. സത്യത്തിൽ എല്ലാത്തിനെയും തിരിച്ചറിയാനുള്ള ഇതാക്കുക. അതാണ് ഞാൻ പറഞ്ഞ സത്യം എന്ന ഇതിലേക്ക് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ചുറ്റും എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവരുടെ സൈഡുകളും, ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തർക്കിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു വ്യൂ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അയാളോട് ചൂടാവില്ല. ചിലപ്പോൾ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാം അത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ തെറ്റ് കണ്ട് ഇടപെടാം. ഒരു സ്ഥലത്ത് തെറ്റ് കണ്ട് ഇടപെടാം. പക്ഷേ അയാളുടെ ശരിയും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഇതൊന്നും അറിയാതെ കയറി ഇടപെടുന്നു, ഇതാവുന്നു. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ സ്വയം ആദ്യം അറിയുക. ആദ്യം നമ്മളറിയുക, നമ്മളെ സ്വയം അറിയുക, എന്നിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തെ അറിയുക, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും തിരിച്ചറിയുക. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. ഈ സഹായം എന്നത് വീഡിയോയിൽ കാണിക്കുന്ന സഹായമല്ല. അതല്ല ശരിക്കും സഹായം. ലൈക്സിനും വ്യൂസിനും കിട്ടുന്ന സഹായമല്ല. ഞാനിപ്പോൾ ഒരു സഹായം ചെയ്യണമെങ്കിൽ അത് വീഡിയോ കാണിച്ച് ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആരും കാണാതെ ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ ആൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ വെച്ച് ഒരാളെ വിളിച്ചു വരുത്തി ഞാൻ സഹായിക്കുന്നു. ചിലപ്പോൾ കമൻസിൽ വീഴും, നല്ല കാര്യമാവും, ഏറ്റവും ബെസ്റ്റ്, ഇതാണ്, ഭയങ്കര കമൻസ് ആയിരിക്കും. പക്ഷെ ആ കമൻസ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും സംഭവിക്കാവുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് അവിടെ ആരും അറിയാതെയാണ് സഹായങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്യുന്നത് ഓക്കെ, സെലിബ്രിറ്റീസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു പ്രചോദനമായിരിക്കും.
സെലിബ്രിറ്റികൾ ചെയ്യുന്നത്. അതിന് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ വലിയ വലിയ ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാനുള്ളൊരു മോഹം തോന്നും. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് എന്ന് വെച്ചാൽ ആൾ പണ്ട് ആ എയ്ഡ്സിൻ്റെ സമയത്തൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ ആളുണ്ടായിട്ടില്ല ആ സമയത്ത്. എന്നിട്ട് ആ കുട്ടികളെ ചേർത്ത് പിടിച്ചില്ലേ. അതിന് ശേഷമാണ് എല്ലാവർക്കും അതിനെ പറ്റി അറിഞ്ഞതും ചേർത്ത് പിടിക്കാൻ നോക്കിയതും. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ദൈവികമായി കാണുന്ന സുരേഷ് ഗോപിയാണ്. ഞാൻ ഇവിടെ രാഷ്ട്രീയം ഒന്നും കണ്ടിട്ടല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം ആ ഒരു കാര്യം അത് വലിയൊരു കാര്യമാണ്. അതിന് ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക? ഞാനിപ്പോൾ ഇനി ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷേ നമ്മുടെ മാർച്ച് 14 നവചണ്ഡിക ഹോമം നടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാനും ഒരു അവസരം, എനിക്ക് നിങ്ങളെ കാണാൻ അവസരം, എനിക്ക് നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളോട് സംസാരിക്കാനും സ്നേഹിക്കാനും. ഞാൻ അതിനാണ് ഈ ചാനൽ. ഇപ്പം ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഇങ്ങനൊരു ചാനൽ എന്നോട് പറഞ്ഞു, നിനക്ക് സംസാരിച്ചോടെ എൻ്റെ അടുത്ത്. കാരണം ഞാൻ ആളുടെ അടുത്ത് തലേദിവസം രാത്രി പറഞ്ഞു എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് നാളെ ഒരു സ്റ്റോറി ചെയ്യണം. നല്ല നിൻ്റെ ഇത് കാണാതെ കേട്ടപ്പോൾ എനിക്കെന്തോ മനസ്സിലൊരു ഭയങ്കര ഫീൽ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഇരുന്നത്. പക്ഷേ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ നിങ്ങളോട് അടുക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം. എല്ലാവരോടും ചിലർ പറയുന്നുണ്ട് ഓരോ എനിക്ക് അമ്പലത്തിലെ ഉത്സവമാണൊക്കെ, അതൊക്കെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ വരും നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്നും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് സഹായിക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ചിലപ്പോൾ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരസ്പരം സഹായിക്കാം. അതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാരണം എനിക്കിവിടെ പൈസയല്ല ഭൂമിയിലല്ല. നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ട് പൈസയാണ് ഭൂമിയിലെ എല്ലാം എന്ന്. നമുക്ക് ജീവിക്കാൻ 10,000 കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, 1,00,000 കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ മാറ്റാണ്. ഇപ്പോൾ നമ്മൾക്ക് പൈസ കുറവായിരിക്കും, നമ്മൾ ആ ജീവിത രീതിയിലായിരിക്കും ജീവിക്കുന്നത്. 5,000 രൂപ കൊണ്ട് കിട്ടുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ 1,00,000 കിട്ടിയവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുന്നു. നമ്മളെപ്പോഴും ഉള്ള സന്തോഷം, എത്ര വലിയ സന്തോഷം വന്നാലും എത്ര വലിയ ദുഃഖം വന്നാലും നമ്മളത് ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇത് അല്ല ഒരുപാട് സന്തോഷിക്കാനോ ഒരുപാട് സങ്കടപ്പെടാനോ വേണ്ട. നമ്മൾ ഒരേ മൈൻഡിൽ പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം ജീവിതം എന്നും ഈ പറയുന്ന എല്ലാവരും ഇപ്പോൾ പല പ്രശ്നങ്ങൾ പറയും. എല്ലാവരും ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. കാരണം സൈൻ വേവ് പോലെയാണ് ജീവിതം. പക്ഷെ ആ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു രക്ഷയ്ക്കാണ് ദൈവം. സ്പിരിച്വാലിറ്റി എന്നത് ഒരു രക്ഷയാണ്. കാരണം ഒരു താഴ്ച ഉണ്ടാവുന്ന ഒരു മനുഷ്യന് ആ താഴ്ചയിൽ നിന്ന് നമുക്ക് മേലോട്ട് വരാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സ്പിരിച്വാലിറ്റി ലൈഫ് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല അസുഖങ്ങളുടെ കാര്യങ്ങളും പിന്നെ എൻ്റെ പ്രൊഫഷനുകളും എൻ്റെ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇതിൽ നമുക്ക് ആ സമയത്ത് ഒരു തകർച്ച വരുമ്പോൾ ആ തകർച്ചയെ ഒന്ന് പിടിച്ച് നിർത്താനാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. ഒരു വലിയ ആക്സിഡൻറ്റ് വരാൻ പോകുന്നു, ആ ലൈഫിലേക്ക് ഇപ്പോൾ ജ്യോതിഷം എന്നത് വെച്ചാൽ അതിൽ നമുക്ക് അറിയാൻ പറ്റും ദശാസന്ധി ഇങ്ങനെ സംഭവങ്ങൾ. ഇതൊക്കെ അറിയുമ്പോൾ നമ്മളൊരിക്കലും അതിലടിമയല്ല ആവേണ്ടത്. സത്യത്തിൽ അതിന് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. അതറിയുകയാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പറയും നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ യോഗം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താൽ മതി, അത്രേ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ദശാസന്ധി സമയത്ത് മരണം അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ നമ്മളത് അറിയുകയാണെങ്കിൽ ആ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ആ ദൈവത്തെ മനസ്സുരുകി പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ആ ഒരു സംഭവം ചെറിയ രീതിയിലാക്കിയിടും. ചെറിയൊരു വീഴ്ച ഉണ്ടാവും, പക്ഷെ ആ വലിയ വീഴ്ചയിൽ നിന്ന് ചെറിയ വീഴ്ച ആക്കി തരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മാർച്ച് 14 വീണ്ടും പറയണം. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ചാനലുകാർ നിൽക്കണമെങ്കിൽ എല്ലാം ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നിൽക്കില്ല. കാരണം ഇതവിടെ ഒരു അവസരം തന്നത് ആ ചാനലുകാരാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളെല്ലാവരും മാർച്ച് 14 വരണം. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കൊടകരയിൽ, വല്ലപ്പാടിയിൽ
ഹരിശ്രീ നഗറിൽ പള്ളത്ത് സദനം. ഞാൻ ഉണ്ടാക്കിയൊരു പള്ളത്താണ് എൻ്റെ കുടുംബ വീട്ടും പേര്. പള്ളത്ത് സദനം ഞാനൊരു ഉണ്ടാക്കിയൊരു സദനം, ഒരു പേര്, ഭംഗിയുള്ള പേര്, നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സ്പേസ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.